കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ അവിടുത്തെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധനാ മധ്യേയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ ദൈവമാതാവ് പറഞ്ഞതുപോലെ ദുരന്തമുഖത്തെ അതിജീവിക്കുവാൻ മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നത്. കൃപാസനത്തിൽ നാളിതുവരെ മരിയൻ ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള മുഴുവൻ മക്കളെയും ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. 2015 മുതൽ തീർത്ഥാടക ഉടമ്പടിയെടുത്ത് പോയിട്ടുള്ള എല്ലാ മക്കളെയും, ഒപ്പം തന്നെ 2020 മുതൽ ഓൺലൈനായി മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളുടെയും ദൈവനിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ മിഷൻ ദൗത്യങ്ങളും ദൈവപിതാവിൻ്റെ കയ്യൊപ്പോടുകൂടി വിജയത്തിലെത്തിക്കുവാൻ വേണ്ട വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ വരാൻ പോകുന്ന ധ്യാന മണിക്കൂറിലെല്ലാം അച്ഛനിലൂടെ പ്രദാനം ചെയ്യപ്പെടുന്ന ദൈവിക വചനങ്ങളിലൂടെ ഞങ്ങളിൽ ആന്തരികമായ മാറ്റമുണ്ടാകുവാൻ ഈശോയെ ഞങ്ങളുടെ ആന്തരിക കർണപുടങ്ങളെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഈ ധ്യാനത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെ അൾത്താരയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ ആലയത്തിൽ ഈ സമയം വിവിധങ്ങളായ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാം നമുക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും, അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ദൈവസ്നേഹത്തോടെ ചേർന്ന് പാടാം. കരങ്ങൾ വീശി ചേർന്ന് പാടാം. ഹല്ലേലൂയാ 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 ആമേൻ ഹല്ലേലൂയാ പരിശുദ്ധ
പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവിധങ്ങളായ ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രത്യേകമായിട്ട് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ വലിയ മധ്യസ്ഥം ഈ ആരാധനയോടെ അനുഭവേദ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേഗം സാക്ഷ്യം പറയാനുള്ള കൃപ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദിയും നീയേ അന്തവും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. ആദിയും നീ അന്തവും നീ അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ സത്യവും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീ സത്യവും നീ അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കും. കരങ്ങൾ വീശി ഒന്ന് ചേർന്ന് ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ആരാധന മഹത്വം. കുടുംബത്തിൽ നൽകുന്ന സമാധാനത്തിന്, ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നൽകുന്ന സഹായത്തിന്, രോഗസൗഖ്യത്തിന്, അങ്ങനെ ആശ്രയിക്കുവാനുള്ള കൃപയ്ക്ക് യേശുവേ നന്ദി. ആരാധന മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന മഹത്വം. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ
ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞി വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ആരാധന മഹത്വം കർത്താവേ. ഈ ധ്യാനത്തിലൂടെ സന്ദേശങ്ങൾ നൽകി സഹായിക്കണമേ. രോഗങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണമേ. കടബാധ്യതകൾ മോചിപ്പിക്കണമേ. സ്ഥലസംബന്ധമായ വിഷയങ്ങൾക്ക് പരിഹാരം നൽകണമേ. വിദേശ യാത്രയുടെ തടസ്സങ്ങൾ നീക്കണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ കർത്താവേ. ആരാധന മഹത്വം കർത്താവേ. സ്തുതി കർത്താവേ. ആരാധന 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 മഹത്വം. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൂമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ അപേക്ഷകളും ആവശ്യങ്ങളും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കാം. കൃപാസനം സ്ഥാപക ഡയറക്ടർ പി ജോസഫ് അച്ഛൻ്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ആരാധന കർത്താവേ. ധ്യാനം നയിക്കുന്ന ജോസഫ് അച്ഛനെ ഇവിടുന്ന് കൃപയാൽ സംരക്ഷിക്കണമേ. അച്ഛന്റെ അതിരത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ സന്ദേശങ്ങൾ, വചനങ്ങൾ, ആത്മീയ ഉണർവ് നൽകി ഞങ്ങളെ പരിപാലിക്കണമേ. ഉടമ്പടി ധ്യാനത്തിലായിരിക്കുന്ന ഓരോ മകനെയും മകളെയും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇവിടുന്ന് അനുഗ്രഹിക്കുകയും അമ്മയുടെ സംരക്ഷണയിൽ ഓരോ ദിനവും ജീവിതം നയിക്കുവാൻ ഇവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ. ആരാധന മഹത്വം കർത്താവേ. സ്തുതി. ആരാധന മഹത്വം. ആരാധന. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പാടി പ്രാർത്ഥിക്കാം. എല്ലാറ്റിനും മേലെ യേശു വലിയവനാ, എല്ലാ നാമങ്ങൾക്കും മേലെ ആരാധ്യനാ.
കരമുയർത്തി ഹല്ലേലൂയ 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 കരമുയർത്തി സ്തുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ഈശോ നന്ദി ഈശോ സ്തുതി ഈശോ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ നന്ദി ആരാധന യേശുവേ യേശുവേ ഹല്ലേലൂയ യേശുവേ എൻ്റെ മക്കളെ, രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ ഇന്ന് ഈ ധ്യാനം കൂടുന്നവരും ഇനി ഓൺലൈനിൽ കൂടാൻ പോകുന്നവരും അവിടെ രോഗഭാരങ്ങളെയും ജീവിത ദുരിതങ്ങളെയും പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷങ്ങളുടെ സ്ഥിരീകരണത്തിനായി ദൈവം ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധാത്മ പറയുന്നുണ്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 നീ വരൂ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ ചെല്ലരും ജീവിതം നിന്റെ കാരുണ്യമേ ജീവനേ നിത്യകാരുണ്യമേ ജീവിതം നിന്റെ കാരുണ്യമേ ജീവനേ എൻ്റെ മക്കളെ, പരിശുദ്ധാത്മാവ് നമ്മൾ കുളിച്ച് നിൽക്കുന്ന ഒരു സമയമാണിത്. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ അമ്മയുടെ സാന്നിധ്യമായ സാന്നിധ്യമുണ്ട്. ദിവ്യകാരുണ്യത്തിൻ്റെ സമയത്താണ് അമ്മ അന്ന് പ്രത്യക്ഷപ്പെട്ടത്. അതേ ഒരു ഫീലാണ്, അതേ ഒരു ആംബിയൻസിലാണ് നമ്മൾ നിൽക്കുന്നത്. അതേ അമ്മ, അതേ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും കർത്താവിൻ്റെ തിരുമുറുവാർന്ന വലത് കർത്താൻ ആശീർവദിക്കുന്ന സമയമാണ്. കർത്താവേ, കർത്താവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ. അടിപ്പിണർ പോലെ, അടിപ്പിണർ പോലെ, വൈദാക്കാലം പോലെ, വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി, ദൈവികമായ ശക്തി ഓരോ മകന്റെ മേലും, ഓരോ മകളുടെ മേലും അടുപ്പിട പോലെ, വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി ഓരോ മകന്റെ മേലും ഇറങ്ങുന്ന കർത്താവിന്റെ വിശുദ്ധ രക്തം, കർത്താവിന്റെ വിശുദ്ധ രക്തം ഉച്ച മുതല്, കർത്താവിന്റെ വിശുദ്ധ രക്തം ഉച്ച മുതല് ഉള്ളംകാലം വരെ കർത്താവിന് ഇത് അരിച്ചിറങ്ങട്ടെ, അരിച്ചിറങ്ങട്ടെ. കർത്താവിന് ശക്തി. കർത്താവ് തൈറോയ്ഡ് രോഗികള്, പിസിയോടി രോഗികള്, പിസ്റ്റുല രോഗികള്, കരള് രോഗികള്, ഹൃദയ രോഗികള്, ശ്വാസകോശ രോഗികള്, ഹൃദയ രോഗികള്, കിഡ്നി രോഗികള്, കുടല് രോഗികള്, ക്യാൻസർ രോഗികള്, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്വരത്തിൽ പാടുക, എല്ലാവരും പാടുക. നീ വരൂ, നീ വരൂ കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ. കർത്താവേ, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ,
കർത്താവ് കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ നിന്റെ തിരുവനന്തപുരം വളർന്നു കയറാൻ കുഞ്ഞുമക്കൾ ഉണ്ടാവുന്ന നമ്മുടെ രോഗികളായിട്ട് കുഞ്ഞുമക്കളെ കണ്ണീരോടെ കരയുന്ന അമ്മമാരെ അവിടെ കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്റെ സ്വർഗീയമായത് കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തെ മഹത്വപ്പെടുത്തുന്ന കർത്താവ് മക്കളില്ലാത്തവരെ സ്പർശിക്കണ കർത്താവ് ഭവനരഹിതരെ സ്പർശിക്കുന്ന കർത്താവ് സാമ്പത്തികമായ ക്ലേശങ്ങളുള്ളവര് ഭാരങ്ങളുള്ളവര് പരീക്ഷ എഴുതി നിൽക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ കർത്താവെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ ലിസ്റ്റ് ക്യാൻസലാകാൻ പോകുന്നവർ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാർഗ തടസ്സങ്ങള് ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ കാരുണ്യമേ കാരുണ്യമേ കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ കണ്ണിന് കരുക്കളുള്ളവരെ കണ്ണിന് ദശ വളരുന്നവരെ കർത്താവ് കണ്ണിന് കാഴ്ച മുട്ടിയവരെ അങ്ങനെ തിരിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മറാത്ത തലവേദന ഉള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ കണ്ണിൽ നിന്നും കർത്താവ് കാതിൽ നിന്ന് ഫ്ലൂയിഡ് വരുന്നവരെ പഴുപ്പ് വരുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് തൊണ്ടയിൽ മുഴയുള്ളവരെയും തൈറോയ്ഡ് രോഗികളെയും ടോൺസൈറ്റ് രോഗികളെയും സ്പിറ്റുല രോഗികളെയും സ്പോണ്ടിലൈസ് രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഏത് രോഗത്തിന് വേണ്ടിയാണോ ഏത് ജീവിത ആവശ്യത്തിന് വേണ്ടിയാണോ ഏത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന വിഷയമാണോ ഏത് രേഖ ആവശ്യപ്പെട്ടിട്ടുള്ള വിഷയമാണോ ഏത് ജോലി ആവശ്യപ്പെട്ടുള്ള വിഷയമാണോ ഏത് ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് അതിന്റെ ശുഭകരമായ മറുപടി പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണോ യേശുവിന്റെ നാമത്തിൽ മാതാവിന്റെ മധ്യസ്ഥത്തില് ദൈവിക ഇടപെടലുണ്ടാകട്ടെ ശ്രദ്ധിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ എന്റെ മക്കളെ നിങ്ങളുടെ സന്തോഷത്തോടെ കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കർത്താവിന്റെ അടിപ്പണ്ട പോലെ വൈദാഘാതം ദൈവികമായ ശക്തി നിനക്ക് വരുന്ന കാര്യമാണ്. നിന്റെ മനസ്സ് വേദനിക്കുന്ന, നെഞ്ച് പൊളയുന്ന, പിടക്കുന്ന എന്താ വിഷയത്തിനും ഈ ആഴ്ചയിൽ കർത്താവ് 7 ദിവസത്തിനുള്ളിൽ കർത്താവിന്റെ തീരുമാനം ഉണ്ടാകും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ കർത്താവിന് 39 വർഷം ഞാൻ കൃപാസമർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസമർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് ഇവിടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക്, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക്, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അവരുടെ ജീവിത ദുരിതങ്ങള് ഇപ്പോഴേ പരിശുദ്ധ അമ്മ ഉണ്ണീശോയുമായിട്ട് ജലത്തിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പരിശുദ്ധ അമ്മ ഉണ്ണീശോയുമായിട്ട് കൊണ്ട് ജലത്തിന്റെ ഇടയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. കർത്താവിന്റെ കരുണയാ, ദൈവത്തിന്റെ കൃപയാ കർത്താവേ അവർക്ക് വീട്ടില്ല, അവർക്ക് വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ജോലിയില്ല, എല്ലാ കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ കരുണ മാർഗരേഖകള് ദുരിതങ്ങള് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ 39 വർഷം അർപ്പിച്ചിട്ടുമാണ്. ഇവരുടെ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് ഇയാൾക്കാരെ നടത്ത 10,000 ആരാധനയാൽ മാർഗരോഗങ്ങള്, ദുരിതങ്ങള്, ഈ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കൈകൾ കുപ്പിക്കൊണ്ട് കണ്ണടച്ച് കണ്ണ് തുറന്ന് കർത്താവിൽ നോക്കിക്കൊണ്ട് നിൽക്കേണ്ട സമയമാണ്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഓൺലൈനിലുള്ളവർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്.
മുട്ടിൻ്റെ മുകളിലുള്ള നീണ്ട മുഴകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടും സുഖപ്പെടുന്നതായിട്ട് സാക്ഷ്യ സന്ദേശമുണ്ട്. ശരീരം മുഴുവനും ഇങ്ങനെ കുരുക്കൾ പോലെ, ചൂടുകുരുവല്ല, അല്ലാത്തതിന് എന്തോ അലർജി മൂലം ഉണ്ടാകുന്ന കുരുക്കളെ കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട്. എപ്പോഴും ശരീരത്തിൽ ഇങ്ങനെ തള്ളവിലവിടെ നെക്കി നോക്കുന്ന ഒരു ഇടമുണ്ട്. അത് ക്യാൻസറാണോ എന്ന് സ്വന്തമായിട്ട് ചിന്തിച്ച് ആകുലപ്പെടുന്ന വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. വ്യക്തിപരമായ ആവശ്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുക. ശ്വാസകോശങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. ശ്വാസകോശങ്ങളുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം കയറി ഇറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ശ്വാസകോശ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ഇത് സാക്ഷ്യം പറയാൻ നിങ്ങൾക്ക് സാധിക്കാം. ഒരു തോളില് ഇടത് തോല് വലത് തോല് ഇടിഞ്ഞും ഇടത് തോട് മുന്തിയും നിൽക്കുന്ന ഒരവസ്ഥയാണ്. എന്തോ അപകടത്തിലോ അല്ലെങ്കിൽ ജന്മനോ സംഭവിച്ചതാണ്. അത് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു സന്ദേശമുണ്ട്. കർത്താവിന് നന്ദി പറയാം. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹത്തോടെ ദൈവിക പ്രത്യാശയിൽ മുന്നേറിക്കൊണ്ട് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷ്യമാക്കി ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെയും ഈശോ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. Ave